ചുരുങ്ങിയതൊരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും നന്നായിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യും. US S&P 500-നേക്കാളും ചൈനീസ് മാർക്കറ്റിനേക്കാളും ചൈനീസ് സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹോങ്കോങ്ങിലെ ഹാങ്സെങ് ഇൻഡെക്സിനേക്കാളും ജപ്പാനിലെ നിക്കൈ ഇൻഡെക്സിനേക്കാളും യൂറോപ്യൻ യൂണിയൻ്റെ യൂറോ സ്റ്റോക്സ് ഇൻഡെക്സിനേക്കാളും ഒക്കെ മികച്ച റിട്ടേൺസ് നൽകിയത് നിഫ്റ്റിയാണ്. പുത്തൻകൂറ്റുകാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ്. അവരെപ്പോഴും ഈ സ്മോൾ ക്യാപ്സിലേക്കാണ് പോവുക. അതൊരു തെറ്റായിട്ടുള്ള ഒരു നിക്ഷേപ തന്ത്രമാണ്. അതൊന്നും മാറ്റേണ്ടതായിട്ട് ഭാവിയിൽ വലിയ നേട്ടം തരും എന്നുള്ള ആ പ്രതീക്ഷയിൽ ഒരുപാട് പണം AI സ്റ്റോക്സിലേക്ക് പോയി. അതായത് സൗത്ത് കൊറിയയിലേക്കും തായ്വാനിലേക്കും ചൈനീസ് AI സ്റ്റോക്സിലേക്കും അമേരിക്കൻ AI സ്റ്റോക്സിലേക്കൊക്കെ തന്നെ. കോവിഡ് ക്രാഷിന് ശേഷം നേരത്തെ പറഞ്ഞല്ലോ 3 കോടി യുണീക്ക് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത് 13 കോടിയിലധികം യുണീക്ക് ഇൻവെസ്റ്റേഴ്സായി. 4 കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നത് 21ഓളം കോടി ഡിമാറ്റ് അക്കൗണ്ടുകളായി. സൈക്ലിക്കലാണ്. ചില സമയങ്ങളിൽ വളരെ കുതിച്ചുചാട്ടം ഉണ്ടാവും. 2003 മുതൽക്ക് 2008 വരെയുള്ള പീരീഡിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ പീരീഡിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് 6 മടങ്ങാണ് വർദ്ധിച്ചത്. പക്ഷെ അങ്ങനെ ഒരു വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലാറ്റോ ചെയ്തൊരു ഫ്ലാറ്റ് ലെവൽ ഗ്രോത്തിലേക്ക് വരും. ലിസ്റ്റിംഗ് ഡേ തന്നെ പല ആൾക്കാരും വെക്കുന്നു. ലിസ്റ്റിംഗ് ഡേ ഗെയിൻസിന് വേണ്ടിയിട്ട് പിന്നെ ആൾക്കാരെ അപ്ലൈ ചെയ്യും. അതിനുവേണ്ടി കടം വാങ്ങിയിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ വാല്യുവേഷൻസ് തന്നെ നോക്കുന്നില്ല പലരും. ചില കമ്പനികളുടെ 200-ന് മുകളിൽ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള NVIDIA എന്നുള്ള കമ്പനിയുടെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ തന്നെ 41-42 ഉള്ള സമയത്ത് നമ്മുടെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ 200-ന് മുകളിലുള്ളതൊക്കെ തന്നെ ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. 12-15% എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കും ഒരു റിയലിസ്റ്റിക് റിട്ടേൺ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറയാണ് 12-15% റിട്ടേണിനെ കൊണ്ട് എന്താണ് കാര്യം? 25% ആനുവൽ റിട്ടേൺസ് കിട്ടുന്നതിനെ കുറിച്ചിട്ട് പറയും. ഹായ് ഓൾ. സാധാരണ പറയുന്നത് ഓഹരി വിപണി മറ്റ് നിക്ഷേപ മാർഗങ്ങളെക്കാളൊക്കെ നേട്ടം തരുന്ന ഒരു മേഖലയാണെന്നാണ് പറയുന്നത്. കോവിഡിന് ശേഷമുള്ള കാലത്ത് നമ്മളത് കണ്ടതുമാണ്. ഓഹരി വിപണി വളരെയധികം നേട്ടം നൽകി. അതേ തുടർന്ന് പുതുതായിട്ട് ഒരുപാട് നിക്ഷേപകർ ഈ രംഗത്തേക്ക് വന്നു. പക്ഷേ 2025 സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല. 2025 പൊതുവെ ഓഹരി വിപണി നിക്ഷേപകരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരു ബാങ്കിൽ ഒരു സ്ഥിര നിക്ഷേപത്തിന് കിട്ടുന്ന പലിശയെക്കാളും അല്പം കൂടി ഒരു 10% എന്നൊക്കെ പറയുന്ന പോലെ നേട്ടം മാത്രമേ ഓഹരി വിപണി നൽകിയുള്ളൂ. എന്താണ് വിപണിയിൽ സംഭവിച്ചത്? അതിന് ആഗോളതലത്തിലും ആഭ്യന്തര തലത്തിൽ ഇന്ത്യയിലും ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ചൊക്കെ നമുക്കൊന്നറിയാം. നമ്മോട് സംസാരിക്കാൻ ഇത്തവണ എത്തിയിരിക്കുന്നത് ജിയോജിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസർ ശ്രീ VK വിജയകുമാറാണ്. നമസ്കാരം സാർ. താങ്ക് യു സുജ. സർ, ഈ പറഞ്ഞതുപോലെ ഓഹരി വിപണി 2025 ഒരുപാട് കയറ്റിറക്കങ്ങളിൽ കൂടിയാണ് കടന്നുപോയത്. നിക്ഷേപകർ പ്രതീക്ഷിച്ചതുപോലെ ഈ വർഷം കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല. എന്താണ് വിപണിയിൽ സംഭവിച്ചത്? ആഗോളതലത്തിലും ആഭ്യന്തര തലത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. നമുക്ക് ആദ്യം ആഗോളതലത്തിൽ നിന്ന് തുടങ്ങാം. 2025 ആഗോള ഓഹരി വിപണികളെ സംബന്ധിച്ച് വളരെ നല്ല വർഷമായിരുന്നു. 11ഓളം വിപണികൾ 20%-ലധികം റിട്ടേൺ നൽകി 2025. 20% റിട്ടേൺ വെച്ചാൽ വളരെ മികച്ച റിട്ടേൺസാണ്. അതുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് നിഫ്റ്റിയുടെ റിട്ടേൺ 10% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സുജ പറഞ്ഞ പോലെ അതൊരു സ്വല്പം നിരാശപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ഒരു വർഷത്തെ റിട്ടേൺ അല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കേണ്ടത്. ഒരു ദീർഘകാല കാഴ്ചപ്പാട് വേണം. ചുരുങ്ങിയതൊരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും നന്നായിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യും. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷം 2025 10% റിട്ടേൺസാണ് നിഫ്റ്റിയിൽ നിന്ന് ഉണ്ടായുള്ളൂ എങ്കിലും നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും മികച്ച റിട്ടേണാണ് നിഫ്റ്റിയുടെ റിട്ടേൺ. US S&P 500-നേക്കാളും ചൈനീസ് മാർക്കറ്റിനേക്കാളും ചൈനീസ് സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹോങ്കോങ്ങിലെ ഹാങ്സെങ് ഇൻഡെക്സിനേക്കാളും ജപ്പാനിലെ നിക്കൈ ഇൻഡെക്സിനേക്കാളും യൂറോപ്യൻ യൂണിയൻ്റെ യൂറോ സ്റ്റോക്സ് ഇൻഡെക്സിനേക്കാളും ഒക്കെ മികച്ച റിട്ടേൺസ് നൽകിയത് നിഫ്റ്റിയാണ്. അപ്പോൾ ഒരു 5 ഇയർ പെർസ്പെക്റ്റീവിൽ വേണം നമ്മളിതിനെ കാണാൻ എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാവാം. മാത്രമല്ല ഒരു കാര്യം കൂടെ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, ഈ 10% റിട്ടേൺ നിഫ്റ്റി ലെവലിൽ കിട്ടിയെങ്കിലും കൂടി തന്നെ ഒരുപാട് ഒരുപക്ഷെ മെജോറിറ്റി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്
10% പോലും കിട്ടിയിട്ടില്ല. പല ആളുകൾക്കും നെഗറ്റീവ് റിട്ടേൺസ് ആണെന്നുള്ളതാണ് കാരണം. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൊതുവേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഈ കോവിഡ് ക്രാഷിന് ശേഷം വിപണിയിലേക്ക് വന്നിട്ടുള്ള പുതു നിക്ഷേപകർ, അവരെല്ലാം തന്നെ ഈ സ്മോൾ ക്യാപ്പ് സ്റ്റോക്സിലാണ് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ലാർജ് ക്യാപ്സിനോട് അത് വില കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് അതൊരു തെറ്റായിട്ടുള്ള അസസ്മെൻ്റ് ആണ്. അതുകൊണ്ട് അവർ അധികവും ഈ ലാർജ് ക്യാപ് സ്റ്റോക്സ്, ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് അത് വേണ്ടാന്ന് വെച്ചിട്ട് സ്മോൾ ക്യാപ്സിൽ വലിയ റിട്ടേൺസ് ദീർഘകാലയളവ് കിട്ടും എന്ന് പറഞ്ഞിട്ട് സ്മോൾ ക്യാപ്സിലേക്കൊക്കെ തന്നെ കൂടുതൽ പോകും. ആ സ്മോൾ ക്യാപ്സ് നെഗറ്റീവ് റിട്ടേൺസ് ആണ്. കൃത്യമായിട്ടുള്ളൊരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ 5000 ചില്ലാനം സ്റ്റോക്സ് ലിസ്റ്റഡ് ആണ് ഇന്ത്യയിലത്തെ ഇൻഡെക്സുകളിൽ, എക്സ്ചേഞ്ചുകളിൽ. അതിൽ ടോപ്പ് 1000 സ്റ്റോക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 60% സ്റ്റോക്സ് നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷത്തിൽ. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഇത്തരത്തിൽ ഓഹരികളിൽ നിക്ഷേപിച്ച ആ ഒരു നിക്ഷേപ തന്ത്രമാണ് അവിടെ കാര്യമായിട്ടുള്ളൊരു പോരായ്മയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക. അപ്പോൾ ഒരു നിക്ഷേപ തന്ത്രത്തിലും കൂടെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. വിപണിയിൽ ആ ഒരു ഘടകത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2020 ഏപ്രിൽ മാസത്തിൽ കോവിഡ് ക്രാഷിൻ്റെ കോണ്ടെക്സ്റ്റാണ് ഞാൻ പറയുന്നത്. ഏകദേശം 3 കോടി യുണീക്ക് ഇൻവെസ്റ്റേഴ്സാണ് ഉണ്ടായിരുന്നത്. അത് പാൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾ നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഒരാൾക്ക് തന്നെ 2-3 ഡിമാറ്റ് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാവാം. യുണീക്ക് ഇൻവെസ്റ്റേഴ്സ് 3 കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ 11 കോടിക്ക് മുകളിലാണ്. അപ്പോൾ ഈ പുതുതായി വിപണിയിലേക്ക് വന്നിട്ടുള്ള 8 കോടി എന്ന് പറഞ്ഞാൽ ഈ പുത്തൻകൂറ്റുകാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ്. അവരെപ്പോഴും ഈ സ്മോൾ ക്യാപ്സിലേക്കാണ് പോവുക. അതൊരു തെറ്റായിട്ടുള്ള ഒരു നിക്ഷേപ തന്ത്രമാണ്. അതൊന്നും മാറ്റേണ്ടതായിട്ടുണ്ട്. കോവിഡിന് ശേഷമുള്ള കാലത്ത് അത് വർക്കൗട്ട് ചെയ്തു. പക്ഷേ 2024 പകുതിയോടെ ആ രീതി വർക്കൗട്ട് ആകാതെ വന്നു. വിപണിയിൽ കുറേ മാറ്റങ്ങൾ വരികയും ചെയ്തു. ട്രംപിൻ്റെ കടന്നുവരവ്, അതുപോലെ തന്നെ US ഫെഡറൽ റിസർവ് പലതവണ പലിശ കുറച്ചു. അങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം കൂടി വന്നപ്പോൾ ഇതെല്ലാം വിപണിക്ക് നെഗറ്റീവായിട്ട് സംഭവിച്ചു. അതുപോലെ വിപണിയെ ബാധിച്ച എന്തൊക്കെ ഘടകങ്ങളാണ് സർ പ്രധാനമായിട്ടുള്ളത്? കഴിഞ്ഞ വർഷത്തിൽ 2025 വിപണിയെ പ്രധാനമായിട്ടും ബാധിച്ചത് ഗ്ലോബലി ഉണ്ടായിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ AI ട്രേഡ് എന്നാണ് പറയുക. 2025 ട്രേഡ് AI ട്രേഡ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സിലേക്കാണ് പണം മുഴുവൻ തന്നെ പോയത്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ അതിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും അമേരിക്ക, ചൈന, സൗത്ത് കൊറിയ, തായ്വാൻ, ഈ 4 രാജ്യങ്ങളാണ് അവരെ AI ലീഡേഴ്സ് എന്നാണ് പറയുന്നത്. ഇന്ത്യ ആ AI ലീഡേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരില്ല. AI ലാഗാർഡാണ്. അത്രയും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു AI കമ്പനി നമുക്കില്ല. അപ്പോൾ ഈ AI സ്റ്റോക്സ് ഭാവിയിൽ വലിയ നേട്ടം തരും എന്നുള്ള ആ പ്രതീക്ഷയിൽ ഒരുപാട് പണം ഈ AI സ്റ്റോക്സിലേക്ക് പോയി. അതായത് സൗത്ത് കൊറിയയിലേക്കും തായ്വാനിലേക്കും ചൈനീസ് AI സ്റ്റോക്സിലേക്കും അമേരിക്കൻ AI സ്റ്റോക്സിലേക്കൊക്കെ തന്നെ. അപ്പോൾ അതിൽ കൂടുതൽ പണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ വിദേശ സ്ഥാപനങ്ങൾ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അവരൊക്കെ തന്നെ ഇന്ത്യയെ പോലുള്ള എമേർജിങ് മാർക്കറ്റ്സിലെ സ്റ്റോക്സ് വിറ്റിട്ട് ആ പണം കൊണ്ട് മറ്റേ ഈ AI സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ കൂടുതൽ പണം ഇവിടെ വിറ്റിട്ട് കൊണ്ടുപോകുമ്പോൾ അത് രൂപേനെ ബാധിക്കും, എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കും. അതുകൊണ്ട് രൂപ ഒരു 5% കഴിഞ്ഞ വർഷത്തിൽ എക്സ്ചേഞ്ച് റേറ്റ് കുറഞ്ഞു. രൂപ കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആ കാരണം കൊണ്ട് തന്നെ കൂടുതൽ പണം കൊണ്ടുപോകും. അതൊരു സെൽഫ് റീഇൻഫോഴ്സിങ് ഇഫക്റ്റാണ് ഉണ്ടാവുക. ഇതാണ് പ്രധാനമായിട്ടുള്ളൊരു ഘടകം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാന ഘടകം ഇതല്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം നമ്മുടെ കോർപ്പറേറ്റ് ഏർണിങ്സ് കുറഞ്ഞു എന്നുള്ളതാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും കൂടി തന്നെ കഴിഞ്ഞ 6 ക്വാർട്ടർ എടുക്കുകയാണെങ്കിൽ 6 ക്വാർട്ടറിൽ കോർപ്പറേറ്റ് ഏർണിങ്സ്, കമ്പനികളുടെ ലാഭം, അത് സിംഗിൾ ഡിജിറ്റിലേ ഉള്ളൂ 6 ക്വാർട്ടറായിട്ട്. അതുകൊണ്ട് 2024 സെപ്റ്റംബറിൽ നിഫ്റ്റി 26,216 എന്നുള്ള ഒരു റെക്കോർഡ് ഹൈ എത്തി. അതിനുശേഷം ഈ ഏർണിങ്സ് കുറഞ്ഞ സമയത്ത് വലിയ വിൽപ്പന പ്രത്യേകിച്ച് FIIസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായി. ഇപ്പോഴും സാധാരണ പറയും, ഇൻ ദ ലോങ് റൺ ദ മാർക്കറ്റ് ഈസ് എ സ്ലേവ് ഓഫ് ഏർണിങ്സ്. വാറൻ ബഫറ്റിൻ്റെ ഗുരുവായിട്ടുള്ള ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വചനമാണ്. ദീർഘകാലത്തിൽ മാർക്കറ്റിനെ നയിക്കുന്നത് കോർപ്പറേറ്റ് ഏർണിങ്സ് ആണ്. ഷോർട്ട് പീരീഡിൽ പല ഘടകങ്ങളുണ്ടാവാം, സാങ്കേതിക ഘടകങ്ങളുണ്ടാവാം, ട്രംപ് ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവാം. പക്ഷേ ദീർഘകാലയളവിൽ കോർപ്പറേറ്റ് ഏർണിങ്സ് ആണ്. ആ കോർപ്പറേറ്റ് ഏർണിങ്സ് ഡിസപ്പോയിൻ്റ് ചെയ്തു കഴിഞ്ഞ 6 ക്വാർട്ടറിലാണ്. അതാണ് വിപണിയെ
സ്വാധീനിച്ച പ്രധാനമായിട്ടുള്ള ഘടകം. ഇതിലൊരു മാറ്റം ഉണ്ടാകും. അതിന് മാറ്റം ഉണ്ടാകുന്നതിൻ്റെ സൂചനകളുണ്ട്. അതാണ് 2026 ബെറ്റർ ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാനം. അപ്പോൾ കോർപ്പറേറ്റ് ഏർണിങ്സ് വർദ്ധിക്കുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നേ തീരൂ. കാരണം ഇന്ത്യക്കാണ് ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ളത് വരുന്ന കുറേ വർഷങ്ങളിൽ. പക്ഷേ സാർ, നമ്മളുടെ ആഭ്യന്തര നിക്ഷേപകരും നമ്മുടെ ഫണ്ട് ഹൗസുകളും ഒക്കെ വളരെ നല്ല പെർഫോമൻസ് ആണ് നടത്തുന്നത്. അപ്പം നമുക്ക് തന്നെ നമ്മുടെ വിപണിയെ താങ്ങി നിർത്താനാവില്ലേ? നമുക്ക് നമ്മളെ വിപണിയെ താങ്ങി നിർത്താൻ സാധിക്കും. പക്ഷേ വിപണിയെ താങ്ങി നിർത്തുമ്പോഴും വാല്യുവേഷൻസ് വല്ലാണ്ട് കൂടുതലായിട്ട് പോകരുത്. ഇപ്പോൾ 2020 കോവിഡ് ക്രാഷിന് ശേഷം നേരത്തെ പറഞ്ഞല്ലോ 3 കോടി യുണീക്ക് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത് 13 കോടിയിലധികം യൂണിക് ഇൻവെസ്റ്റേഴ്സായി. 4 കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നത് 21ഓളം കോടി ഡിമാറ്റ് അക്കൗണ്ടുകളായി. അപ്പോൾ ഇത് ഈ ഒരു 2020 മാർച്ച് മുതൽക്ക് ഏപ്രിൽ മുതൽക്ക് 2024 സെപ്റ്റംബർ വരെയുള്ള ആ ഒരു വിപണിയിൽ ഉണ്ടായിട്ടുള്ള കുതിപ്പ് കണ്ടിട്ട് ഈ പുതിയ നിക്ഷേപകരൊക്കെ തന്നെ കണ്ടമാനം പണം മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു. ആ പണം തന്നെ ഈ ഒരു ഡൊമസ്റ്റിക് ലിക്വിഡിറ്റി അത് വാല്യുവേഷൻസിനെയും വർദ്ധിപ്പിച്ചു. അപ്പോൾ വിദേശ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗോളതലത്തിൽ നോക്കുമ്പോൾ ധാരാളം വിപണികളുണ്ട്. അപ്പോൾ ഇന്ത്യയിലത്തെ വാല്യുവേഷൻസ് വളരെ കൂടുതലാണ്. സൗത്ത് കൊറിയയിലെയും തായ്വാനിലെയും മലേഷ്യയിലെയും ബാക്കിയുള്ള രാജ്യങ്ങളിലെയും യൂറോപ്പിലെ അടക്കം വാല്യുവേഷൻസ് കുറവാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിലേക്കാണ് പോവുക. അപ്പോൾ വലിയ തോതിലുള്ള ഒരു വിൽപ്പന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിനേക്കാളും കൂടുതൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതൊരു സെൻറ്റിമെൻ്റൽ ഇമ്പാക്റ്റാണ്. അപ്പോൾ വലിയ തോതിൽ പണം വന്നിട്ട് ആ ലിക്വിഡിറ്റി കൊണ്ട് മാത്രം മാർക്കറ്റ് കയറി പോകുന്നത് വളരെ ഹെൽത്തി അല്ല. മാർക്കറ്റ് ഷുഡ് റാലി ബേസ്ഡ് ഓൺ ഫണ്ടമെൻ്റൽസ്. അതാണ് അത്യാവശ്യമായിട്ടുള്ളത്. നമ്മുടെ ഇക്കോണമി നന്നായിട്ട് മുന്നിലേക്ക് വരുന്നുണ്ട്. ഇപ്പം 4ാമത്തെ വലിയ ഇക്കോണമിയായി മാറിയിട്ടുണ്ട്. പക്ഷേ ഈ കമ്പനീസിൻ്റെ വാല്യുവേഷൻസ് ഈ ഒരു നിലയിൽ തന്നെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, താഴേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? കമ്പനികളുടെ കോർപ്പറേറ്റ് ഏണിങ്സ് കുറയുന്നത് എന്തുകൊണ്ടാണ്? അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊരു വിരോധാഭാസമല്ലേ? കോർപ്പറേറ്റ് ഏർണിങ്സ് കുറയുന്നില്ല. കോർപ്പറേറ്റ് ഏർണിങ്സിലെ വളർച്ചാ നിരക്ക് കുറയുന്നുണ്ട്. കോർപ്പറേറ്റ് ഏർണിങ്സിൽ ഒരു 12 മുതൽക്ക് 15% വരെയൊക്കെ കോർപ്പറേറ്റ് ഏർണിങ്സ് ഉണ്ടാകണം. അത്രയും ഇല്ല. ഒരു 7%, 8% കോർപ്പറേറ്റ് ഏർണിങ്സ് ഉണ്ടാവുന്നുള്ളൂ. കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഒരു 6 ക്വാർട്ടറിൽ അത് സംഭവിച്ചു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് സുദീർഘമായി പോവാച്ചാൽ അതിന് ഒരുപാട് സമയം വേണം. ഞാൻ ചുരുക്കി പറയാം. ഈ കോർപ്പറേറ്റ് ഏർണിങ്സ്, കമ്പനികളുടെ ലാഭം എന്ന് പറഞ്ഞാൽ അതൊരു നേർരേഖയിൽ പോണതല്ല. അതൊരു സൈക്ലിക്കലാണ്. പല ഘടകങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ട്. സൈക്ലിക്കലാണ്. ചില സമയങ്ങളിൽ വളരെ കുതിച്ചുചാട്ടം ഉണ്ടാവും. 2003 മുതൽക്ക് 2008 വരെയുള്ള പീരീഡിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ പീരീഡിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് 6 മടങ്ങാണ് വർദ്ധിച്ചത്. 6 times ഇൻ ലെസ് ദാൻ 6 years. ഇത്തവണ ഈ കോവിഡിന് ശേഷമുള്ള കാലത്ത്, കോവിഡിന് ശേഷമുള്ള പീരീഡിൽ 2020 ഏപ്രിൽ മുതൽക്ക് 2024 സെപ്റ്റംബർ വരെയുള്ള പീരീഡിൽ ഭേദപ്പെട്ട ഒരു വളർച്ച മാർക്കറ്റിലുണ്ടായി. 24% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടായി. അത് നല്ല വളർച്ചാ നിരക്കാണ്. പക്ഷേ അതിനുശേഷം ഈ കോർപ്പറേറ്റ് ഏർണിങ്സ് കുറഞ്ഞ സമയത്ത് മാർക്കറ്റും അതനുസരിച്ച് താഴത്തേക്ക് പോവുകയാണ് ചെയ്തത്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. 2019 തന്നെ നമ്മുടെ ബാങ്കിങ് സെക്ടർ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ ബാങ്കിങ് സെക്ടറിൻ്റെ പ്രോഫിറ്റ് മാത്രം 10 മടങ്ങ് വർദ്ധിച്ചു. പക്ഷെ അങ്ങനെ ഒരു വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലാറ്റോ ചെയ്തൊരു ഫ്ലാറ്റ് ലെവൽ ഗ്രോത്തിലേക്ക് വരും. പിന്നെ നമ്മുടെ കോർപ്പറേറ്റ് ഏർണിങ്സിൻ്റെ പ്രധാനമായിട്ടും 2ാമത്തെ ഏറ്റവും വലിയ സ്രോതസ്സ്, ആദ്യത്തെ ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. 2ാമത്തെ ഏറ്റവും വലിയ സ്രോതസ്സ് എന്ന് പറയുന്നത് IT ആണ്, ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ITയുടെ ഗ്രോത്ത് റേറ്റ് വളരെയധികം കുറവാണ്. കഴിഞ്ഞ വർഷത്തിലൊക്കെ തന്നെ വളരെ കുറവ്, 6%, 7% ഗ്രോത്ത് റേറ്റേ ഉള്ളൂ. അതും കോർപ്പറേറ്റ് ഏർണിങ്സിനെ ബാധിച്ചു. ഈ ഒരു കാരണങ്ങളെ കൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഒരു മന്ദത ഉണ്ടായത്. വിപണി
ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് താഴുവോ കണ്ടിന്യൂസ് ആയിട്ട് കയറുകയോ ചെയ്യുന്ന ഒരു ഇതല്ല, ഭയങ്കര വലിയ അപ്സ് ആൻഡ് ഡൗൺസ് ആണ് വരുന്നത്. നിക്ഷേപകർ ആശങ്കയിലാണ്, ഇത് വിൽക്കണോ അതോ വാങ്ങണോ, ഇപ്പോൾ വാങ്ങി വെക്കണോ അതോ കുറേ കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കണോ, എന്തൊക്കെയാണെന്നൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും അവർ ഈ 2026 അവർക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു സ്ട്രാറ്റജി? അതായത് ഒരു കയറ്റം വരുമ്പോൾ വിറ്റ് നേട്ടമെടുക്കുന്നതാണോ അതോ ഒരു 5 വർഷത്തേക്ക് കാത്തു വയ്ക്കുന്നതാണോ നല്ലത്? ഇതൊരു പുതിയൊരു പ്രവണതയല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ വലിയ ചാഞ്ചാട്ടം ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയാണെന്ന് തന്നെ പറയാം. ആസ് വോളറ്റൈൽ ആസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഭാഷയിലൊരു പ്രയോഗം തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾവേസ് വോളറ്റൈൽ. വളരെ നോർമലായിട്ട് നിൽക്കില്ല. കാരണം ഷോർട്ട് പീരീഡിൽ അതിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാവും. പിന്നെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, അതായത് നമ്മൾ വില കയറുന്ന സമയത്ത് വിറ്റിട്ട് ലാഭം എടുക്കണോ അതോ ദീർഘകാലത്തേക്ക് തന്നെ നിർത്തണോ, ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തണോ എന്നുള്ളത് ഓരോ നിക്ഷേപകൻ്റെയും കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും, ലക്ഷ്യങ്ങളെ ആശ്രയിച്ചിരിക്കും. പല നിക്ഷേപകർക്കും പല സാമ്പത്തിക ധനകാര്യ ലക്ഷ്യങ്ങളാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന് ഒരാൾ പണം നിക്ഷേപിച്ചിട്ടുള്ളത് നേരിട്ട് ഓഹരികളിലാവാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലാവാം. ഒരു 5 വർഷത്തേക്കുള്ളൊരു ടാർഗറ്റ്, 5 വർഷത്തിൽ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു പണം അതിന് ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ, അത് ഉദാഹരണത്തിന് ഒരു പുതുതായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങിക്കാനോ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കാനോ, അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ ഒരു മകനോ മകളോ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷന് പോവും, അതിന് കൂടുതൽ പണം വേണം. അങ്ങനത്തെ ഒരു ലക്ഷ്യങ്ങൾ കണ്ടിട്ടാണ് ഈ നിക്ഷേപം നടത്തിയെന്ന് വിചാരിക്കുക. 2020 അങ്ങനെ ഒരു നിക്ഷേപം നടത്തി. 2024 അവസാനമായപ്പോഴേക്കും എന്തായിരുന്നോ ലക്ഷ്യം, ആ ലക്ഷ്യം നിറവേറ്റാനുള്ള പണമായി ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, അപ്പോൾ അത് വിൽക്കാം. അപ്പോൾ ദീർഘകാലത്തേക്ക് വേണ്ട. കാരണം നിങ്ങളൊരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു ആ നിക്ഷേപത്തിന്, ആ ലക്ഷ്യം നിറവേറ്റാൻ ആ നിക്ഷേപത്തിന് കഴിഞ്ഞു. അപ്പോൾ പിന്നെ വേറെ കാര്യം ആലോചിക്കേണ്ടതില്ല. മറ്റ് ചില ആളുകളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കുള്ള ഒരു വെൽത്ത് ക്രിയേഷൻ ആയിരിക്കാം. ഇപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് ഒരു കപ്പിൾ എടുക്കാം. ഒരു 30കളിൽ പ്രായമുള്ള 2 പേരും ജോലി ചെയ്യുന്ന, ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന ഒരു കപ്പിൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് പണം ആവശ്യമൊന്നും തന്നെയില്ല. ദീർഘകാലത്തേക്ക് ഒരു 15 കൊല്ലത്തേക്കൊക്കെ തന്നെ ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ 40 വയസ്സുള്ള ഒരാൾ ഒരു 55 വയസ്സിൽ റിട്ടയർമെൻറ്റ് ഉദ്ദേശിക്കുന്നു. അപ്പോൾ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജീവിതം ഒന്ന് സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ലക്ഷ്യം ലോങ് ടേം വെൽത്ത് ക്രിയേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ 3 കൊല്ലം 4 കൊല്ലം കൊണ്ട് നല്ല റിട്ടേൺ കിട്ടിയപ്പോൾ അത് അവസാനിപ്പിച്ച് കാശ് ലാഭം എടുക്കുക എന്നുള്ള തോന്നൽ വേണ്ട. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും സർപ്രൈസ് ചെയ്യും. ഇറ്റ് വിൽ സർപ്രൈസ് ഓൺ ദ അപ്പ് സൈഡ് ആൻഡ് സർപ്രൈസ് ഓൺ ദി ഡൗൺ സൈഡ് ഓൾസോ. ചിലപ്പോൾ ഒരു 2.5 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് ഡബിൾ ചെയ്തു എന്ന് വരാം ചില സ്റ്റോക്സൊക്കെ തന്നെ. അപ്പോൾ ഡബിൾ ചെയ്തല്ലോ, അപ്പോൾ ഞാൻ ഈ പൈസ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 3 വർഷത്തിൽ വീണ്ടും ഡബിൾ ചെയ്തു എന്ന് വരാം. മൾട്ടി ബാഗേഴ്സായിട്ട് മാറും. അപ്പോൾ വിൽക്കണോ, എപ്പോൾ വിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ധനകാര്യ ലക്ഷ്യങ്ങൾ എന്താണ്, നമ്മുടെ റിസ്ക് ആപ്പറ്റൈറ്റ് എന്താണ്, അതനുസരിച്ച് തീരുമാനിക്കണം. അതെല്ലാവർക്കും ഒരേപോലെ ആവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിയും വ്യത്യസ്തമായിരിക്കും. ബാങ്കിങ് രംഗത്ത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുതിയ വർഷത്തിൽ നടക്കാൻ പോകുന്നുണ്ട്. വിദേശ ബാങ്കുകൾ പലരും ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ ബാങ്കുകളെ ഏറ്റെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സർക്കാരും ബാങ്കുകളെ കൂടുതൽ പ്രൈവറ്റൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഏതൊക്കെ മേഖലകളിലായിരിക്കും ഓഹരി വിപണിയിൽ 2026 മാറ്റം വരാവുന്ന, നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏതൊക്കെയായിരിക്കും? ഓഹരി വിപണി എപ്പോഴും കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് അതിൻ്റെ ഡിസ്കൗണ്ട് ചെയ്യും. ഒരു പോളിസി അനൗൺസ്മെൻറ്റ് വേണ്ട. കഴിഞ്ഞ വർഷത്തിൽ ഉദാഹരണത്തിന് 2025 ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടർ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആയിരുന്നു. നമ്മളൊരു 20 കൊല്ലം 25 കൊല്ലം 30 കൊല്ലത്തെ ഒരു വെൽത്ത് ക്രിയേഷൻ്റെ ആ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടോപ്പിൽ നിൽക്കുന്നതൊക്കെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ്. HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ICICI ബാങ്ക്. പക്ഷേ കഴിഞ്ഞ വർഷത്തിൽ പബ്ലിക് സെക്ടർ ബാങ്ക്സാണ് കൂടുതൽ പെർഫോം ചെയ്തത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പബ്ലിക് സെക്ടറിൽ റീഫോംസ് ഉണ്ടാവാൻ പോലും പ്രൈവറ്റൈസേഷനേക്കാളും കൂടുതലായിട്ട് സർക്കാരിന് ലക്ഷ്യമിടുന്ന ഒരു കൺസോളിഡേഷനാണ്. വലിയ ധാരാളം ബാങ്ക്സ് ഉള്ളത് നമ്പർ ചുരുക്കിയിട്ട് ബാങ്ക്സൊക്കെ തന്നെ അമാൽഗമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാർക്കറ്റ് ഓൾറെഡി ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്ന സമയത്ത് വലിയ പല മാറ്റങ്ങളും സമ്പദ് വ്യവസ്ഥയിലും ബിസിനസ്സിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഇപ്പോൾ ഞാൻ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ മേഖലയിൽ തന്നെ പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. പണ്ട് ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ, നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസ്. നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസ് തന്നെ പല വിഭാഗത്തിലുണ്ട്. നമ്മുടെ ഗോൾഡ് ലോൺ കമ്പനീസ്, അതുകൂടാണ്ട് മറ്റുള്ള ലീസിങ് കമ്പനീസ് പലതരത്തിലുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും. പിന്നെ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനീസ്. ഇന്നിപ്പോൾ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് വലിയൊരു സ്ഫോടനാത്മകമായിട്ടുള്ള മാറ്റമാണ് വിപണിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. BSE ഈസ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിച്ച് ഇസ് ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. പിന്നെ ഡെപ്പോസിറ്ററീസ് ഉണ്ട്. CDSL എന്ന് പറയുന്ന ഒരു ഡെപ്പോസിറ്ററിയാണ്. MCX എന്ന് പറഞ്ഞാൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. പിന്നെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒക്കെ തന്നെ മാനേജ് ചെയ്യുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ഉണ്ട്. ഉദാഹരണത്തിന് HDFC, AMC, നിപ്പോൺ AMC ലിസ്റ്റഡ് കമ്പനികളാണ്. പിന്നെ വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട്. ഇതൊക്കെ ഫൈനാൻഷ്യൽ സെക്ടറിൽ പണ്ടില്ലാത്ത പുതുതായിട്ടുള്ള പുതിയ പ്രവണതകളാണ്. ഇൻഷുറൻസ് കമ്പനീസ് ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ വലിയ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ സർവീസസ് മേഖല വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. അതുകൂടാണ്ട് ഇപ്പോൾ നമ്മൾ ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ പുതിയ പ്ലാറ്റ്ഫോം കമ്പനീസ് ഉണ്ട്. കാരണം ഇന്നിപ്പോൾ ക്വിക്ക് കോമേഴ്സിൻ്റെ ഒക്കെ കാലമാണ് അല്ലേ. അപ്പോൾ പ്ലാറ്റ്ഫോം കമ്പനീസ് അതെ സെപ്റ്റോ വരാതിരിക്കുന്നു. ഓൾറെഡി നമുക്ക് സൊമാറ്റോൻ്റെ പുതിയ പേര് എറ്റേണലാണ്. സൊമാറ്റോ അവരുടെ ഫുഡ് ഡെലിവറി ഡിവിഷനാണ്. സൊമാറ്റോ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, ലേഡീസിൻ്റെ ഒക്കെ തന്നെ സൗന്ദര്യവർദ്ധക പ്രോഡക്ട്സ്, അതിനകത്ത് നൈക്ക ഉണ്ട്, ഒരുപാട്. പിന്നെ PB ഫിൻടെക് ഇൻഷുറൻസിൻ്റെ കമ്പനിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് കമ്പനീസാണ്. അവർക്കൊക്കെ ഒരുപാട് വർഷങ്ങൾ എന്നല്ല, ചില എക്സ്പേർട്സൊക്കെ പറയുന്നത് ഒരു മൾട്ടി ഡിക്കേഡൽ ഗ്രോത്ത് പോസിബിലിറ്റീസാണ്. അതുകൊണ്ടാണ് ഈ പല കമ്പനികളും നഷ്ടത്തിലായിട്ടും മാർക്കറ്റിൽ അതിന് വലിയ വാല്യുവേഷൻസ് ഉണ്ട് എന്നുള്ളത്. ചിലതൊക്കെ ഇപ്പോൾ തന്നെ ലാഭത്തിലായിട്ടുണ്ട്. ഇതൊക്കെ ബിസിനസ്സിലും ഇക്കോണമിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേജർ ചേഞ്ചസ് ആണ്, വലിയ ചേഞ്ചസ് ആണ്. അതിന് ദാറ്റ് ഹാസ് ഇംപ്ലിക്കേഷൻസ് ഫോർ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഈ 2025 ഓഹരി വിപണി പൊതുവെ താഴേക്കായിരുന്നെന്ന് പറഞ്ഞാലും ഇൻവെസ്റ്റ് ചെയ്ത ഏതാണ്ട് എല്ലാ IPO കമ്പനികളും വളരെയധികം നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. 2026 ഒരുപാട് കമ്പനികൾ ഇപ്പോൾ പൈപ്പ് ലൈനിലുണ്ട് IPOയിലേക്ക് വരാനുള്ളത്. സാർ പറഞ്ഞ പോലെ ഈ ടെക്നോളജി കമ്പനീസ്, സെപ്റ്റോ പോലെയുള്ള കമ്പനിയൊക്കെ ഇപ്പോൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ IPO വിപണി 2026 എങ്ങനെയായിരിക്കും? മൊത്തത്തിൽ കഴിഞ്ഞ വർഷത്തെ IPO വിപണി ഏറ്റവും ശക്തമായിട്ടുള്ള വിപണിയാണ്. ലോകത്തിൽ തന്നെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു IPO വിപണി വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് എൻ്റെ അഭിപ്രായം. അത്രയധികം ശക്തമായിരുന്നു. അതിന് പ്രധാനമായിട്ടുള്ള കാരണം കുറേ ഇപ്പോൾ പുതുതായിട്ട് വിപണിയിലേക്ക് വന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ ഈ IPOയിലേക്ക് പോയിട്ട് അതിൽ പൈസ പിന്നെ അപ്ലൈ ചെയ്തിട്ട് അതിൽ പലതും ലിസ്റ്റിംഗ് സമയത്ത് തന്നെ നല്ല പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യുന്നു. പലതും ഡിസ്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതൊരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. അവിടെയുള്ളൊരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു പ്രാക്ടീസ് ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും വാല്യുവേഷൻസ് ഒന്നും നോക്കാണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ തന്നെ ഒരു IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കീപ്പ് ചെയ്യും കുറേ വർഷത്തേക്ക്, കുറേ മാസങ്ങളോളം, കുറേ വർഷങ്ങളോളം കീപ്പ് ചെയ്യും. അങ്ങനെ ദീർഘകാലം കീപ്പ് ചെയ്യുമ്പോഴാണ് അത് വലിയ വെൽത്ത് ക്രിയേഷനൊക്കെ ഉണ്ടാകുന്നത്. വിപണിയിൽ വളരെ സജീവമായി നേട്ടമെടുക്കുന്നത് വരെ കാത്തിരിക്കാറുണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഫ്ലിപ്പിംഗ് എന്നാണ് പറയുന്നത്. അത് ലിസ്റ്റിംഗ് ഡേ തന്നെ പല ആൾക്കാരും വെക്കുന്നു. ലിസ്റ്റിംഗ് ഡേ ഗെയിൻസിന് വേണ്ടിയിട്ട് പിന്നെ ആൾക്കാരെ അപ്ലൈ ചെയ്യുന്നു. അതിനുവേണ്ടി കടം വാങ്ങിയിട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വാല്യുവേഷൻസ് തന്നെ നോക്കുന്നില്ല പലതിലും. ചില കമ്പനികളുടെ 200 മുകളിൽ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള NVIDIA എന്നുള്ള കമ്പനിയുടെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ തന്നെ 41, 42 ഉള്ള സമയത്ത് നമ്മുടെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ 200 മുകളിലുള്ളതൊക്കെ തന്നെ ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അതൊക്കെ തന്നെ 200 മുകളിൽ ഉള്ള ഒരു സ്റ്റോക്കൊക്കെ തന്നെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പണം കിട്ടില്ല. കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യാം, ഒരു പക്ഷേ 5 വർഷം 7 വർഷം പ്രൈസ് വിൽ നോട്ട് മൂവ് അറ്റ് ഓൾ. അതാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഈ IPO മാർക്കറ്റ് കുറച്ചൊരു ഓവർ എന്തൂസിയാസ്റ്റിക് ആണ്. അവിടെ ഒരു മോഡറേഷനാണ് ആവശ്യം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുറച്ചൊരു ഓവർ എന്തൂസിയാസം ഉണ്ട്. അത് വാസ്തവത്തിൽ സെക്കൻഡറി മാർക്കറ്റിനെയും ബാധിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പണം പ്രൈമറി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവിടെ സപ്ലൈ കൂടുതലുള്ളത് കാരണം
സെക്കൻഡറി മാർക്കറ്റിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അപകടമുണ്ട്. അങ്ങനെ ഒരു അപകടമുണ്ട്. അതെ അതെ. 2025 വരെ ആൾക്കാർ സ്വന്തം നിലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ കോവിഡിന് ശേഷം വന്ന ഒരു പുതിയ മാറ്റമാണ്. അതിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും സ്വയം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാണോ നല്ലത്, അതോ ഒരു വെൽത്ത് മാനേജറുടെ അതല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയുടെ സഹായം തേടുന്നതാണോ നല്ലത്? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ വിപുലമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വിപണിയിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപകരെ 2 വിഭാഗമായിട്ട് വിഭജിക്കാം. ഒന്ന്, വിപണിയിൽ സജീവമായിട്ട് നിക്ഷേപിക്കുന്ന നിക്ഷേപകർ. ഇത് വിപണിയെക്കുറിച്ചിട്ട് നല്ല അറിവുണ്ടായിരിക്കും, വിപണിയെ ആഗോളതലത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, ഗ്ലോബൽ ഇക്കണോമിക് ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ പ്രധാനമായിട്ടുള്ള മാക്രോ ട്രെൻഡ്സ്, എക്സ്ചേഞ്ച് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇതൊക്കെ തന്നെ വിപണിയെ സ്വാധീനിക്കുന്നതാണ്. അതിനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ വളരെ സീരിയസ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാവുന്ന ഒരു വിഭാഗം, അത് ചെറിയൊരു മൈനോറിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ. വാസ്റ്റ് മെജോറിറ്റി ആ വിഭാഗത്തിൽ വരുന്നതല്ല. അപ്പോൾ ദോസ് ഇൻവെസ്റ്റേഴ്സ് ഹു ഹാവ് ദി ടൈം ആൻഡ് എക്സ്പെർട്ടീസ് ടു ഇൻവെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് ഡയറക്റ്റ്ലി. ഇത് രണ്ടും വേണം, സമയവും വേണം, വൈദഗ്ധ്യവും വേണം. അത് രണ്ടുമുള്ള ആളുകൾക്ക് നേരിട്ട് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതിൽ വിരോധമില്ല. പക്ഷേ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ അതിനകത്ത് സക്സസ്ഫുൾ ആവുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഹാഭൂരിപക്ഷത്തിനും ഒന്നുകിൽ സമയമില്ല അല്ലെങ്കിൽ വൈദഗ്ധ്യമില്ല. ചിലപ്പോൾ സമയമുള്ള ആളുകൾക്കും വൈദഗ്ധ്യം ഇല്ലാണ്ട് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാശ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ഇൻവെസ്റ്റേഴ്സും ഒരു ഇൻഡയറക്റ്റായിട്ട് വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഉദാഹരണത്തിന് ഒരു മ്യൂച്വൽ ഫണ്ടിനെ ബീറ്റ് ചെയ്യാൻ വളരെ നേരിയ ചെറിയൊരു ശതമാനം ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ സാധിക്കുള്ളൂ. മഹാഭൂരിപക്ഷത്തിനും സാധിക്കില്ല. കാരണം ഒരു മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ റിസർച്ച് ഫെസിലിറ്റി, അവർ റിസർച്ച് ചെയ്യുന്ന ആ ടീമിൻ്റെ എക്സ്പെർട്ടീസ്, അവർ റിസർച്ച് ചെയ്യാനുള്ള റിസോഴ്സസ്, അതൊക്കെ വളരെ വിപുലമാണ്. ഒരു വ്യക്തിക്കൊക്കെ തന്നെ അതിന് അടുത്ത് വരാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു വൈദഗ്ധ്യവും സമയവും ഇല്ലാത്ത ആളുകൾ എപ്പോഴും ഇൻഡയറക്റ്റായിട്ട് വിപണിയിൽ നിക്ഷേപിക്കുന്നതാണ് നല്ലത്. അത് ഓരോരുത്തരുടെയും അവരുടെ എത്രയാണോ അവരുടെ ഇൻവെസ്റ്റിബിൾ ഫണ്ട്സ്, എത്രമാത്രം പണം അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ച് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനികളുടെയും സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെയൊക്കെ തന്നെ അസിസ്റ്റൻസ് എടുക്കാം. അത് ലോങ് റണ്ണിൽ എപ്പോഴും അത് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം അത് ഒരിക്കലും ലോങ് റണ്ണിൽ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. അവരും തന്നെ പണം, ഈ നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൽ വലിയൊരു വിഭാഗം പണം നഷ്ടപ്പെടുത്തുന്നത് F&O ട്രേഡ് നടത്തി സ്പെക്കുലേറ്റ് ചെയ്തിട്ട് കാശ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ 2025 തന്നെ വന്നിട്ടുള്ള ഒരു സെബി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ 90% F&O ട്രേഡേഴ്സ്, റീറ്റെയിൽ ട്രേഡേഴ്സ്, അവർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൂടാ, പണം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പണം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ലോ വിപണിയിലേക്ക് വരുന്നത്. അപ്പോൾ ലോങ് റണ്ണിലേക്കുള്ള ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റാണ് നല്ലത്. അത് നേരത്തെ പറഞ്ഞ പോലെ സമയവും വൈദഗ്ധ്യം അതിനെ ആശ്രയിച്ചു. ഇതോടുകൂടി കൂട്ടി വായിക്കാവുന്ന ഒരു കാര്യം, ഓഹരി വിപണിയിൽ മാത്രമല്ല എല്ലാ ഫിനാൻഷ്യൽ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിലും നടക്കുന്ന ഒരു തട്ടിപ്പ് ഒരുപാട് നടക്കുന്നുണ്ട്. ഓഹരി വിപണിയിൽ അത് വളരെ കൂടുതലാണ്. ഇതിനെ തടയിടുന്നതിനെക്കുറിച്ച് സെബിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും മറു സൈഡിൽ ഇതിങ്ങനെ നിർബാധം തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഒരു നിക്ഷേപകൻ തട്ടിപ്പിനെതിരെ ശ്രദ്ധാലുവാകേണ്ടത്? തട്ടിപ്പുകൾ ധാരാളമുണ്ട്. ഇന്നിപ്പോൾ ഡിജിറ്റൽ യുഗമായത് കാരണം ഡിജിറ്റൽ തട്ടിപ്പുകൾ വളരെ കൂടുതലാണ്. സാധാരണ ഒരു ചൊല്ലുണ്ട്, എറ്റേണൽ വിജിലൻസ് ഇസ് ദ പ്രൈസ് ഓഫ് ഡെമോക്രസി എന്ന് പറയും. നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ. അത് ഓഹരി വിപണിക്കും വളരെയധികം ബാധകമാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് അവർ സ്വയം ശ്രദ്ധാലുക്കളായിരിക്കണം. റെഗുലേറ്റേഴ്സിനൊക്കെ തന്നെ എപ്പോഴും സംരക്ഷിക്കാൻ സാധിക്കുന്നത് അതിനൊക്കെ തന്നെ വലിയ പരിമിതികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നുള്ള ആ ഒരു ട്രേഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റിൽ അത് വേണം, ആവശ്യമാണ്. കാരണം നിക്ഷേപകർക്ക് അവരുടെ പോർട്ട്ഫോളിയോനെ ഹെഡ്ജ് ചെയ്യാനൊക്കെ തന്നെ അത് ആവശ്യമാണ്. പക്ഷേ അതുകൊണ്ട് അതിൽ സെബിക്ക് അതിനെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഇതിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാൻ സാധിക്കില്ല. ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്വയം ഇതിനകത്ത് ജാഗ്രത കാണിക്കണം. പിന്നെ ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഇന്ന് വിപണിയിലുണ്ട്. നൂറുകണക്കിന്
നൂറുകണക്കിന് എന്ന് പറയാവുന്ന അധികം വിപണിയെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള പരിചയമോ അനുഭവമോ ഒന്നും ഇല്ലാത്ത വളരെ ചെറുപ്പക്കാർ ചെയ്യേണ്ടതല്ല ഞാൻ പറയുന്നത്, വലിയ അനുഭവ സമ്പത്തില്ലാത്ത ആൾക്കാർ അവർ പറയുന്നത് കേട്ടാൽ അറിയാം. അവർ പൊതുവേ അവർക്ക് കൂടുതൽ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് പണം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ചെയ്യുന്നതാണ്. നല്ല ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇൻവെസ്റ്റേഴ്സിനെ ശരിയായ രീതിയിൽ കൈ പിടിച്ചിട്ട് ശരിയായ ഫൈനാൻഷ്യൽ ലിറ്ററസി ഇമ്പാർട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. അത് നല്ലതാണ്, ഹെൽത്തിയാണ്. പക്ഷേ മഹാഭൂരിപക്ഷം അങ്ങനെയല്ല. അപ്പോൾ അതിൽ വളരെ ഹെൽത്തി ഇൻഫ്ലുവൻസേഴ്സ് ആരാണ്, അല്ലാത്തവർ ആരാണ് എന്ന് വേർതിരിവ് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റേഴ്സ് അത് കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പലപ്പോഴും ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയാറുള്ളത്, നിങ്ങൾക്ക് 15,000 രൂപ കൊണ്ടൊരു 5 ലക്ഷം രൂപ ഉണ്ടാക്കും. ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടാണ്, 15,000 രൂപ കൊണ്ടൊരു 5 ലക്ഷം രൂപ ഉണ്ടാക്കും, 50,000 രൂപ കൊണ്ട് 10 ലക്ഷം ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന് ഒരു ഗ്രീഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സൈക്കോളജിയിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ ഒരു വീഡിയോ കാണാനും 3 ലക്ഷം 4 ലക്ഷം ആൾക്കാരൊക്കെ തന്നെയാണ്. അതേ സമയത്ത് നിങ്ങൾ ചതിക്കുഴിയിൽ ചെന്ന് ചാടരുത്, ഒരു 12% 15% റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അത് കാണാൻ തന്നെ അധികം ആൾക്കാരില്ല. കാരണം 12-15% റിട്ടേൺസ് പോരാ എന്നുള്ളതാണ് ആളുകളുടെ, പ്രത്യേകിച്ച് പുതുതായി വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ തന്നെ ഇത്. അപ്പോൾ ആ ഒരു ജാഗ്രത റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കാണിക്കണം. ഈ ഒരു അമിതമായിട്ടുള്ള ഒരു നേട്ടം ഒരു വർഷത്തിൽ 25-50% എല്ലാ വർഷവും കിട്ടുന്നുള്ളത്. ഞാൻ തന്നെ കേരളത്തിൽ തന്നെ ഒരു സിറ്റിയിൽ ഒരു പ്രഭാഷണം നടത്തുമായിരുന്നു വെൽത്ത് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ദീർഘകാലം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ സെൻസെക്സ് റിട്ടേൺ 1979 79-80 ആണല്ലോ സെൻസെക്സിൻ്റെ ബേസ് ഇയർ. അന്ന് 100 അതിപ്പോൾ 86,000 എന്ന് വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സ് വെച്ച് നോക്കുന്ന സമയത്ത് 15% റിട്ടേൺസാണ്. അതിൽ ചില വർഷങ്ങളിൽ നെഗറ്റീവ് ഉണ്ടാവാം, ചിലപ്പോൾ 0 ഉണ്ടാവാം, ചിലപ്പോൾ 30, 40, 50 ഉണ്ടാവാം. ലോങ് റണ്ണിൽ യു വിൽ ഗെറ്റ് 15%. ഇനി ഗോയിങ് ഫോർവേഡ് ഇന്ത്യ ഒരു മെച്യൂർ ഇക്കോണമിയാണ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 12-15% എക്സ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു റിയലിസ്റ്റിക് റിട്ടേൺ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറയാണ്, 12-15% റിട്ടേണിനെ കൊണ്ട് എന്താണ് കാര്യം, 25% ആനുവൽ റിട്ടേൺസ് കിട്ടുന്നതിനെ കുറിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. 25% ആനുവൽ റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് എനിക്കറിയില്ല. ചില സ്റ്റോക്കിൽ കിട്ടാം, മ്യൂച്വൽ ഫണ്ട്സിൽ 1 വർഷം 2 വർഷത്തേക്ക് കിട്ടാം 25% 50% ഒക്കെ തന്നെയുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ്ലി യു വിൽ നെവർ ഗെറ്റ് 25% ഓൺ എ ലോങ് റൺ ബേസിസ്. അപ്പോൾ ആളുകളും അവരുടെ റിട്ടേൺസ് എക്സ്പെക്റ്റേഷൻസ് തന്നെ കുറച്ചുകൂടെ മോഡറേറ്റ് ആക്കണം. 12-15% റിട്ടേൺ ഇസ് വെരി ഗുഡ്. സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ അത് ലോങ് റണ്ണിൽ വലിയ വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഇൻവെസ്റ്റേഴ്സ് സ്വയം അറിയണം. അപ്പോൾ ആർത്തി ഒന്ന് സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ ഇതിൽ വിദ്യാഭ്യാസം കൊണ്ടുപോയിട്ട് മാത്രം കാര്യമില്ല കേട്ടോ. കേരളത്തിൽ തന്നെ 2 പേർക്ക് കഴിഞ്ഞൊരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ വലിയ പണം നഷ്ടപ്പെട്ടത്. ഒന്ന് 92 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടത്. ഒന്ന് റിട്ടയർഡ് ഹൈക്കോർട്ട് ജഡ്ജിക്കായിരുന്നു. രണ്ടാമത് ഒരു വക്കീലിനായിരുന്നു. അതും തമാശ, സൈബർ സെക്യൂരിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു വക്കീലിനാണ് കുറുന്തോട്ടിക്ക് വാദം പിടിക്കുക എന്ന് പറഞ്ഞ മാതിരി സൈബർ സെക്യൂരിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്തൊരു വക്കീലിനാണ് വലിയ തുക നഷ്ടപ്പെട്ടത്. അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഈ ഗ്രീഡിന് അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം. ആർത്തി പാടില്ല. ലോങ് റൺ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ വെൽത്ത് ജനറേഷനാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത കുറേ വർഷം, 5 വർഷം 10 വർഷം 15 വർഷം 1 വർഷം 20 വർഷക്കാലം കാലയളവിൽ ഇന്ത്യ 2047 ആകുമ്പോഴേക്കും വലിയൊരു സാമ്പത്തിക ശക്തിയാവും എന്നുള്ള കാര്യത്തിൽ ഇന്നിപ്പോൾ ലോകത്തിൽ തന്നെ ഒരു ഏക അഭിപ്രായമുണ്ട്. പക്ഷേ എല്ലാ വർഷത്തിലും ഒരേമാതിരിയുള്ള വളർച്ച ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇപ്പോൾ $4 ട്രില്യൺ ഇക്കോണമി എന്ന് പറഞ്ഞല്ലോ, അത് സ്വാതന്ത്ര്യത്തിൻ്റെ സമയമാകുമ്പോഴേക്കും എത്രയാവും നമുക്ക് പറയാൻ സാധിക്കില്ല. 20, 22, 25 ട്രില്യൺ ഇക്കോണമി ആയിട്ട് മാറാം. അങ്ങനെ ഇന്ത്യൻ ഇക്കോണമി മാറുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് വലിയ സമ്പത്ത് സൃഷ്ടി സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നടക്കും. ആ സമ്പദ് സൃഷ്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യകരമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നിക്ഷേപിക്കുക എന്നുള്ളതാണ് നിക്ഷേപകർ ചെയ്യേണ്ടത്. അപ്പം നിക്ഷേപകർക്കൊരു ഹാപ്പി ഇൻവെസ്റ്റിംഗ് അല്ലേ സാർ? ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹെൽത്തി ഇൻവെസ്റ്റിംഗ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിംഗ്. ഓക്കെ, നന്ദി സാർ ഇത്രയും വിവരങ്ങൾ റിപ്പോർട്ടറിനോട് പങ്കുവച്ചതിന്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.